നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സങ്കടമുള്ളൊരു ന്യൂസാണ് പറയുന്നത്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കയറിയൊന്നും പറയരുത്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ടേ പറയാവുള്ളൂ. നമ്മുടെ ആദിലയും നൂറയും വേർപിരിഞ്ഞു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു ഷോക്കിംഗ് ന്യൂസും ആയിരിക്കും. എന്നാൽ ഷോക്കാവണ്ട. ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നൊരു സംഭവമാണിത്. കാരണം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ആദിലയും നൂറയും ഇതുവരെ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇന്ന് ബിഗ് ബോസ് പറഞ്ഞു രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് ഇന്ന് കളിക്കാൻ പറഞ്ഞു. കഴിക്കാനല്ല കേട്ടോ, നാക്ക് തെറ്റിപ്പോകുന്നതാണ്. കളിക്കാൻ പറഞ്ഞു. അപ്പം ആദിലയും നൂറയും ഇന്ന് മുതൽ ഈ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞൊരു ഗെയിം ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ വന്നല്ലോ, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇൻഡിവിജ്വൽ വ്യക്തികളായിട്ടാണ് അവർ. രണ്ടുപേരും രണ്ടഭിപ്രായം പറയാം, രണ്ടുപേർക്കും നിന്ന് കളിക്കാം, രണ്ടുപേർക്കും പരസ്പരം പോരടിക്കാം. അങ്ങനെ എല്ലാവിധ സ്വാതന്ത്ര്യവും അവർക്ക് ഇന്ന് കൊടുത്തിരിക്കുകയാണ്. നല്ല കുട്ടികളാണ് രണ്ടാളും. എസ്പെഷ്യലി അതിൽ കുറച്ചുകൂടെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവർക്ക് അവരുടെ ഫാമിലിയും ഈ പറയുന്ന കൂട്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കട്ടെ. നല്ല രീതിയിൽ ആ കുട്ടികൾ മുന്നോട്ട് നീങ്ങട്ടെ. അവരുടെ സന്തോഷമല്ലേ വലുത്. അവരൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ. ഏതൊരു കമ്മ്യൂണിറ്റിയെ നമ്മൾ ചേർത്ത് നിർത്തണം. അവർക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അതങ്ങനെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റായിട്ട് ധരിക്കേണ്ട. ആദിലെ നൂറ് ലൈഫിലല്ല പിരിഞ്ഞത്, ബിഗ് ബോസിലാണ് പിരിഞ്ഞിരിക്കുന്നത്. അതും സ്വേച്ഛാധിപതി എന്നുള്ള ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.